നമസ്കാരം. സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയും മറ്റു സൈനിക രഹസ്യങ്ങളും സൂക്ഷിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ലാത്ത ഒരു സംഘമാണ് GCC നയിക്കുന്നത്. ഒട്ടോമൻ ഭരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് അമേരിക്കയോടും ബ്രിട്ടനോടും ചേർന്ന് യുദ്ധം ചെയ്തതു മുതൽ ഇവരുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല രാജ്യങ്ങളെയും തകർക്കാനായിട്ട് കൂട്ടുനിന്നതാണ് ഈ കഴിഞ്ഞ കാലം അത്രയും നമ്മൾ കണ്ടത്. അത് ലിബിയയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഇറാനിലാണെങ്കിലും യമനിലാണെങ്കിലും സുഡാനിലുമെല്ലാം ഇവരിങ്ങനെ ഇത് തുടർന്നുകൊണ്ട് പോകുന്നിരിക്കുകയായിരുന്നു. ഈ ഷിയ രാഷ്ട്രമായ ഇറാനാണ് തങ്ങളുടെ പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. അതായത് ഇറാനിലെ പെഹ്ലവി രാജവംശം ഭരണം നടത്തിയിരുന്ന കാലം, അന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് അലൈ എന്ന് പറയുന്നത് ഇറാനാണ്. അന്ന് ഈ GCC രാഷ്ട്രങ്ങൾക്കെല്ലാം ഇറാനുമായിട്ട് വലിയ സൗഹൃദമായിരുന്നു. ഞങ്ങളുടെ സഹോദര രാഷ്ട്രമായിരുന്നു. അമേരിക്കയുടെ ഇഷ്ടത്തോഴനായതുകൊണ്ട് ഈ GCCയിലെ രാഷ്ട്രങ്ങൾക്കെല്ലാം ഇറാൻ വളരെയേറെ പ്രിയപ്പെട്ട രാഷ്ട്രമായിരുന്നു. പക്ഷേ ഇറാനിൽ പെഹ്ലവി രാജവംശം പോയി ഒരു അമേരിക്കൻ വിരുദ്ധ ഭരണകൂടം നിലവിൽ വന്നതോടുകൂടി അവർ ഷിയാക്കളാണ്, ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന രീതിയിൽ പറഞ്ഞ് ഇവർ ഇറാനെ ഉപരോധിക്കാനും മറ്റും പോയി. GCCയിലെ എല്ലാ രാഷ്ട്രങ്ങളും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. തങ്ങളുടെ മേഖലയുടെ സമാധാനവും വികസനവും മുന്നിൽ കണ്ടുള്ള വ്യത്യസ്തമായ നിലപാടെടുത്ത ചില രാജാക്കന്മാരും മറ്റും GCCയിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും അധികകാലം അവിടെ ഭരണത്തിൽ ഇരുന്നിട്ടില്ല എന്നുള്ളതും ജീവിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന ഖത്തർ ഇറാനുമായി ഉണ്ടാക്കിയ സൗഹൃദത്തിൻ്റെ പേരിൽ GCC രാഷ്ട്രങ്ങളെല്ലാം ഒരുപാട് കൊല്ലത്തോളം ഖത്തറിനെ ഉപരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഖത്തർ അമീർ വളരെ വിഷണറി ആയിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം ഇതിനെല്ലാം വളരെ തന്ത്രപരമായിട്ടാണ് നേരിട്ടത്. സ്വന്തം പാലുൽപാദനത്തിൽ വരെ സ്വയം പര്യാപ്തത നേടുക കൂടാതെ ഈ ഉപരോധ കാലത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പാൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റിയെടുക്കുന്ന അവസ്ഥയിൽ വരെ ഖത്തറിനെ എത്തിക്കാനായിട്ട് അമീറിന് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ പാശ്ചാത്യ പ്രൊപ്പഗണ്ടക്കെതിരെ അൽ ജസീറയെ പോലെ ഒരു മാധ്യമം ഉയർത്തിക്കൊണ്ടുവരിക കൂടി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാ കാലവും അമേരിക്കൻ പിന്തുണയോട് കൂടെ മാത്രമായിട്ട് തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഇദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. നിങ്ങൾ ഈ ഖത്തറിൻ്റെ ഈ ലോകവേദികളിൽ ഖത്തറിൻ്റെ പൊസിഷനിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ഖത്തർ എല്ലാവരുമായിട്ടും ന്യൂട്രലാണ്. എല്ലാവരുമായിട്ടും വളരെ സൗഹൃദപരമായ ഒരു സമീപനമാണ് ഖത്തർ സ്വീകരിച്ചു പോകുന്നത്. ഇപ്പോൾ യുദ്ധം നടക്കുന്ന റഷ്യയും ഉക്രൈനും തമ്മിലായാലും ഖത്തറിന് ഈ രണ്ട് രാജ്യങ്ങളുമായും വല്ലാത്ത അടുപ്പമുണ്ട്. ഇന്ത്യയുമായിട്ട് അടുപ്പമുണ്ട്, ഇസ്രായേലുമായിട്ട് അടുപ്പം സൂക്ഷിച്ചിരുന്നു, ചൈനയുമായിട്ട് അടുപ്പമുണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും അടുപ്പമുണ്ട്. അതുകൂടാതെ അമേരിക്ക ഉപരോധത്തിൽ വെച്ചിരിക്കുന്ന ഇറാനുമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാത ശേഖരം അല്ലെങ്കിൽ ആ ഒരു ഓയിൽ ഫീൽഡ് ഇവർ തമ്മിൽ യോജിച്ചാണ് നടത്തുന്നത്. ഇറാനുമായിട്ട് കൂടി വളരെ പ്രത്യക്ഷത്തിലുള്ള ഒരു സഹകരണമുണ്ട്. അതുകൂടാതെ താലിബാനെ അവിടെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹമാസിനെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം അമേരിക്കയുടെ പിന്തുണ കൂടി ഉള്ളത് മറ്റൊരു കാര്യമാണ്. അമേരിക്ക പറഞ്ഞിട്ടാണ് അവിടെ താലിബാനെയും ഹമാസിനെയും എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതൊരു കാര്യം. അപ്പോൾ എല്ലാ കാലവും ഈ അമേരിക്കയും പാശ്ചാത്യരെയും മാത്രം നോക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഖത്തറിന് മനസ്സിലായതുപോലെ വളരെ വൈകിട്ടാണെങ്കിലും GCCയിലെ മറ്റു പല രാഷ്ട്രങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദിയും ഇറാനും തമ്മിൽ ഒരു ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും മറ്റു ചില കാര്യങ്ങളും നീക്കുപോക്ക് നടത്താനും ഒക്കെ ഇവർ തമ്മിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. UAEയും മറ്റു രാഷ്ട്രങ്ങളും എല്ലാം ഇതിൻ്റെ പാതയിലാണ്. UAEയും മറ്റും തങ്ങളുടെ വികസനത്തിന് ഇറാനൊരു പ്രത്യക്ഷ ഒരു ശത്രുവല്ല എന്നും തങ്ങൾക്ക് ഇറാനെ കൂടി ആവശ്യമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ചില ഇടപെടലുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ നയതന്ത്ര ബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്തുടർച്ചയായിട്ടാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള പോലെയുള്ള ചില പ്രോക്സികളായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും അവരെ ഒരു തീവ്രവാദ സംഘടന എന്ന നിലയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്രതിരോധ സംഘം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് കാണുന്ന രീതിയിൽ വരെ GCCയിലെ രാഷ്ട്രങ്ങൾ എത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഈജിപ്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈജിപ്റ്റ് നേരത്തെ പൂർണ്ണമായിട്ടും ആയുധങ്ങൾ വാങ്ങിച്ചിരുന്നത് അമേരിക്കയിൽ നിന്നും മറ്റുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇവർ പല രാജ്യങ്ങളിൽ നിന്നും ഇത് സോഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ വിമാനങ്ങളും മറ്റു പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും എല്ലാം ഈജിപ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുർക്കി നാറ്റോ അംഗമായിരുന്നിട്ട് കൂടി സ്വന്തമായിട്ട് വിമാനങ്ങളും മറ്റും ഡ്രോണുകളും ടെക്നോളജികളും വികസിപ്പിച്ചെടുക്കുകയും റഷ്യയിൽ നിന്ന് S-400 വാങ്ങി സ്വന്തം രാജ്യത്ത് സ്ഥാപിക്കുകയെല്ലാം തുർക്കി ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ബെൽറ്റിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരു സയനിസ്റ്റ് അധിനിവേശത്തെ ഇവർ ഭയക്കുന്നുണ്ട്. ഗസ യുദ്ധത്തോട് കൂടിയിട്ട് ഇതിനെതിരെയുള്ള നീക്കങ്ങൾ ഇവർ വളരെ ത്വരിതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഖത്തറിന് മേലിൽ ഇസ്രായേൽ നടത്തിയ ഈ ഒരു ആക്രമണം ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ രാജ്യങ്ങൾക്കെല്ലാമുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ താല്പര്യത്തിനെതിരായിട്ട് ആര് നിന്നാലും നിങ്ങളെ ഞങ്ങൾ യാതൊരു മടിയും കൂടാതെ ആക്രമിക്കുന്നുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പായിരുന്നു അത് ഇസ്രായേലിന് മാത്രം മുന്നറിയിപ്പായിട്ട് കാണാൻ കഴിയില്ല. അത് മൊത്തം വെസ്റ്റ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ്, മേഖലയിലെ സകല രാജ്യങ്ങൾക്കുമുള്ള അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയത്.
നമ്മൾ ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിയമപരമായിട്ട് അമേരിക്കയ്ക്കും വെസ്റ്റിനും എന്ത് ചെയ്യാൻ കഴിയില്ല എങ്കിലും അവിടെ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്ന ഒരു ഗുണ്ടയായിട്ടാണ് ഇസ്രായേൽ പെരുമാറാറ്. ഇസ്രായേലിനെ പലപ്പോഴും കടുത്ത ഭാഷയിൽ അപലപിക്കുമെങ്കിലും ഇസ്രായേലിനെതിരെ കൃത്യമായ യാതൊരു നടപടിയോ ഉപരോധങ്ങളോ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പകരം എല്ലാ സഹായങ്ങളും ഇവർ ഇസ്രായേലിന് നൽകുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ് അൺലോഫുള്ളി എന്ത് കാര്യം ചെയ്യണോ ഈ ലോകത്ത് അതിനു വേണ്ടിയിട്ട് ഇവരുപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് ഇസ്രായേൽ. ഇതിലേക്കുള്ള അവരുടെ കേവലമായ ഒരു ഐഡിയോളജി, തീവ്രവാദപരമായ ഒരു ഐഡിയോളജി മാത്രമാണ് സയനിസം എന്നുള്ളത്, അഥവാ കർത്താവിനായി രാഷ്ട്രം സൃഷ്ടിക്കുക. ഈ ഒരു പേരിലാണ് ഇവർ പല ഭാഗങ്ങളിൽ നിന്നും ചാരന്മാരെയും മറ്റും സോഴ്സ് ചെയ്യുന്നത്. പണം മാത്രമല്ല, ഈ ഒരു ഐഡിയോളജി കൂടിയാണ് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഏതൊരു ദൗത്യത്തിനും ഇറങ്ങുന്ന ഒരു ഇസ്രായേൽ ചാരൻ്റെ ഉള്ളിലുള്ളത്. കർത്താവിൻ്റെ രാജ്യത്തിനായി ഞാൻ സ്വയം സമർപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് ലോബിയിങ് ചെയ്യാനും മറ്റു ഇവരെ പ്രേരിപ്പിക്കുന്നതും. ഇപ്പോൾ ട്രംപ് പോലും പറയുന്നത് ഞാൻ ഒരു സയനിസ്റ്റാണ്, ക്രിസ്ത്യൻ സയനിസ്റ്റാണെന്നാണ്. അതായത് ഗ്രേറ്റർ ഇസ്രായേൽ വരുത്താനായിട്ട് ബാധ്യതപ്പെട്ട ആളാണ്, ഞാനത് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സ്പൈ നെറ്റ്വർക്കും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഇസ്രായേലിനെ ഇങ്ങനെയൊരു രാഷ്ട്രത്തെ, അല്ലെങ്കിൽ അവിടെ ജൂതന്മാരില്ലായിരുന്നു എന്നല്ല, ഈ രണ്ടാം ലോക യുദ്ധ സമയത്ത് പല ഭാഗങ്ങളിലേക്കും ജൂതന്മാർ ഓടിപ്പോയെങ്കിലും അവിടെ ഈ തുർക്കികളുടെ കീഴിൽ ജൂതന്മാരവിടെ സമാധാനപരമായിട്ട് ജീവിച്ചിരുന്നു. അവർക്ക് ഇന്നും ഫലസ്തീൻ തന്നെയാണ് അവരുടെ രാഷ്ട്രം, അവർക്ക് ഫലസ്തീൻ രാഷ്ട്രം മതി. ബാക്കി ഇപ്പോൾ നമ്മൾ കാണുന്ന ജൂതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ നിന്നും ജർമ്മനിയിൽ നിന്നും മറ്റേ കുടിയേറി വന്ന ജൂതന്മാരാണ്. അപ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതിൽ മറ്റൊരു അജണ്ട കൂടിയുണ്ട്. അതായത് ഗ്ലോബൽ വെസ്റ്റിന് അല്ലെങ്കിൽ ബ്രിക്സിനെതിരായിട്ട് എന്നും പാശ്ചാത്യരുടെ ഒരു ലിവറേജ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടും, അതായത് ഈ ഗൾഫ് മേഖലയെ കയ്യിൽ നിലനിർത്താനുള്ള ഒരു ടൂളായിട്ടും ഇവർ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടും. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഗൾഫിനുള്ള പോംവഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ നേരിടുന്ന മറ്റൊരു പ്രശ്നം കൂടി പറയേണ്ടി വരും. അതായത് പരസ്പര വിശ്വാസമില്ലായ്മ. ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും, ഈ ഗൾഫ് ബെൽറ്റിൽ വരുന്ന രാജ്യങ്ങൾക്കൊന്നും പരസ്പരം വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം ഇവരുടെ എല്ലാം കീ പൊസിഷനുകളിൽ ഇരിക്കുന്നത് വിദേശികളാണ്. അതുകൂടാതെ ഈ അമേരിക്കയ്ക്കും മറ്റും വേണ്ടി മറ്റു പല രാജ്യങ്ങളെയും ചതിച്ച ചരിത്രവും ആക്രമിക്കാൻ കൂട്ടുന്ന ചരിത്രവും ആക്രമിച്ച ചരിത്രവും വരെ ഈ ഗൾഫിലെയും മറ്റും രാഷ്ട്രങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം നിന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ എതിരെ നിന്നിട്ടുണ്ടെങ്കിൽ ഒപ്പമുള്ള ആൾ ഏത് സമയത്തും അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിൽ വരുമ്പോൾ നമ്മളെ കാല് വാരുമോ എന്നുള്ള പേടി ഈ രാഷ്ട്രങ്ങൾക്ക് ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആയുധങ്ങൾ, ഇവർ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ സകല ആയുധങ്ങളും ഇവരുടെ ആയുധപ്പുരകളിലിരുന്ന് തന്നെ പൊട്ടുമെന്നുള്ള സംശയവും ഇവർക്കുണ്ടാവും. ആ പേടിയും നമുക്ക് വെറുതെയാണെന്ന് കരുതി തള്ളിക്കളയാനാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പിലാണ് അമേരിക്ക ഈ ആയുധങ്ങളെല്ലാം ഇവർക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള സോഫ്റ്റ്വെയറിങ്ങും മറ്റ് എഞ്ചിനീയറിങ്ങും എല്ലാം ഈ ആയുധങ്ങളും സൃഷ്ടിച്ചു വെച്ചിരിക്കും. മാത്രമല്ല ഈ ആയുധങ്ങളെല്ലാം മിസൈലുകളും മറ്റും പോകുന്നത് അമേരിക്കയുടെ GPS ഉപയോഗിച്ചിട്ടാണ്. ഉദാഹരണത്തിന് സൗദി ഒരു മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെവിടെ പോയി വീഴണം എന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയായിരിക്കും. അതായിരിക്കും ഇവരുടെ സിസ്റ്റം. അതാണ് നമ്മളിപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും കാണുന്നത്. ഈ മിസൈൽ ലോഡ് ചെയ്യുക, അത് ലോഞ്ച് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉക്രൈനുള്ളൂ. ശേഷം ഇതെവിടെ പോയി പതിക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് സപ്ലൈ ചെയ്തിരിക്കുന്ന രാജ്യമാണ്. ഇനിയിപ്പോൾ ഇവരുടെ ടെക്നോളജി, GCCക്ക് ടെക്നോളജി ഉണ്ടാക്കിയെടുക്കാനും വളർത്തിയെടുക്കാനുള്ള സമയമൊന്നുമില്ല. ഇവർക്ക് ചുരുക്കത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഇറാൻ്റെ പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട പണവും ആയുധങ്ങളും മറ്റു സഹായങ്ങളും നൽകി ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ ഒരു ഷീൽഡായിട്ട് നിർത്തുക എന്നുള്ളതാണ് ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇത് ഇറാൻ വളരെ നേരത്തെ മുൻകൂട്ടി കണ്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഈ ഈജിപ്തിൻ്റെ കയ്യിലാണ് ഈ സൂയസ് കനാലുള്ളത്. ലോകവ്യാപാരത്തിൻ്റെ ഒരു സിംഹഭാഗവും നടക്കുന്നത് ഈ സൂയസ് കനാലിലൂടെയാണ്. പക്ഷേ ഇതിന് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഹൂത്തികളാണ്. ഹൂത്തികളെന്നാൽ റഷ്യ, ചൈന, ഇറാൻ ഇവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ബാബൽ മന്ദബ് സൂയസ് കനാലിലേക്കുള്ള ആ ഒരു വഴിയുള്ളത്. ഇറാൻ തന്നെ കണക്ക് കൂട്ടി ചെയ്ത കാര്യമാണ്. അപ്പോൾ അതേപോലെ ഇവർ സ്ട്രാറ്റജിക്കലി പല കാര്യങ്ങളും ഇവർ ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ ഈ ബാബൽ മന്ദബിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിലേക്ക് വരാതിരിക്കാനായിട്ട് സൗദി അറേബ്യ വളരെ കാര്യമായിട്ട് തന്നെ ശ്രമിച്ചിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് 10 വർഷത്തോളമാണ് ഹൂത്തികളുമായിട്ട് യുദ്ധം ചെയ്തത്. പക്ഷേ ഇറാൻ്റെ ആയുധങ്ങൾക്കും സ്ട്രാറ്റജികൾക്കും മുമ്പിൽ സൗദി അറേബ്യയ്ക്ക് അധികകാലം പിടിച്ചു നിൽക്കാനായില്ല. അങ്ങനെ ഈ മേഖല യമനിലെ ഹൂത്തികൾക്ക് കൈവരികയാണ് ചെയ്തത്. ആ ഒരു മേഖലയിലിരുന്നുകൊണ്ടാണ് ഇന്നും ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകളെല്ലാം അവർ ആക്രമിക്കുന്നതും കപ്പലുകളെ മുക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഹൂത്തികളെ തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് ഹൂത്തികളുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ട് പിന്മാറിയത്. ഇനി അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കരുതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് അവർക്ക് ചെന്ന് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ്. 9 വർഷം അവർ ശ്രമിച്ചിട്ട് നടന്നില്ല. കാര്യം യമൻ്റെ ഒരു പരിസ്ഥിതിയെല്ലാം അങ്ങനെയാണ്. നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള വളരെ സാഹചര്യങ്ങൾ, ഒരുപാട് മലകളും മറ്റും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്.
നേരിട്ടുള്ളൊരു ആക്രമണത്തിന് സാധ്യത കുറവാണ്. ഇപ്പോൾ ഒരു വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ കൂടി ഇവരുടെ പല ഫെസിലിറ്റികളും ഇരിക്കുന്നത് വലിയ പർവ്വതങ്ങൾക്ക് കീഴെ കിടങ്ങുകളും ബങ്കറുകളൊക്കെ ഉണ്ടായിക്കൊണ്ടാണ്. അപ്പോൾ അവിടേക്ക് ഇത്രത്തോളം പെനിട്രേറ്റ് ചെയ്ത് എത്തിക്കാനുള്ള ബോംബുകളും മറ്റും ഇടുന്നതും പ്രയാസകരമാണ്. മാത്രവുമല്ല ഇറാൻ്റെയും റഷ്യയുടെയും ഒക്കെ വളരെയധികം സപ്പോർട്ടുള്ളതുകൊണ്ട് ഇവരുടെ കയ്യിലും വളരെ വികസിതമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കും പല വിമാനങ്ങളും വരുന്നതും ഇതെല്ലാം കാണാൻ കഴിയും. ഇവരുടെ സ്പൈസിനെ എല്ലാം അവിടെ ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. ഈ അടുത്ത സമയത്ത് മാത്രമാണ് കൃത്യമായ ഒരു കാര്യമായ ഒരു ആക്രമണം ഇസ്രായേലിന് യമന് മേലെ നടത്താൻ കഴിഞ്ഞത്, അവരുടെ പ്രൈം മിനിസ്റ്ററെല്ലാം വധിക്കാൻ കഴിഞ്ഞത്. ഇത്ര കാലത്തോളം അവർ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഒരു കാര്യമായിരുന്നു ഈ അടുത്ത സമയത്ത് നടത്തിയിരുന്നത്. ഇനി 14-ാം തീയതി ഈ നടക്കാനിരിക്കുന്ന GCC രാഷ്ട്രങ്ങളുടെ ഒരു സമ്മിറ്റ്, അതിലും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിന് ഈ രാജ്യങ്ങൾക്കൊന്നും കഴിയില്ല. പക്ഷേ അണിയറയിൽ ചില കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ചില വാർത്തകളെല്ലാം വരുന്നുണ്ട്. അതായത് OICയിലെ ചില രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഈ GCC രാഷ്ട്രങ്ങളെ ഇറാനുമായിട്ടും മറ്റ് ഇറാൻ്റെ നെറ്റ്വർക്ക് വഴി ഈ പറഞ്ഞ പോലെ പ്രോക്സികൾക്ക് ആയുധങ്ങളും മറ്റും ഒക്കെ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുവഴി ഇറാൻ്റെ പ്രോക്സികളെയും അതുപോലെ മറ്റു പല ഗ്രൂപ്പുകളെയും ഉയർത്തിക്കൊണ്ടുവന്ന് ഇവർക്കൊരു ഷീൽഡായിട്ട് നിർത്താനും, അതുപോലെ തന്നെ ഇത്രകാലം വെസ്റ്റ് കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ അവർ നിയന്ത്രിച്ചിരുന്ന GCCയുടെ മണി പവർ സൗത്ത് ഭാഗത്തേക്കൂടെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമവും നടക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. വാർത്തകൾ സത്യമാണെങ്കിൽ ഇപ്പോൾ പുതിയ സിറിയൻ ഗവൺമെൻറ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറാൻ്റെ സപ്ലൈ ലൈൻ ഉണ്ട് ഹിസ്ബുള്ളയായിട്ടുള്ളത്, അത് എത്രയും വേഗം തുറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാർത്തകളെല്ലാം സത്യമായിരിക്കും. അതായത് ഇപ്പോൾ സിറിയ ഭരിക്കുന്ന അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന അയാൾ മുമ്പ് ISIS ഭീകരനായിരുന്നു. അന്ന് അമേരിക്കയെല്ലാം തലക്ക് പറഞ്ഞിരുന്ന ആളാണ്. ഇന്ന് അയാൾക്ക് പിന്തുണ നൽകുന്നത് ഈ പറഞ്ഞ അമേരിക്കയും സൗദി അറേബ്യയും തുർക്കിയെല്ലാമാണ്. അപ്പോൾ ഇയാൾ ആ ഒരു സപ്ലൈ ചെയിൻ തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഈ OIC രാജ്യങ്ങൾ ഹിസ്ബുള്ളയും മറ്റും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മറ്റൊന്നുകൂടെ വ്യക്തമാകുന്നത് ഈ റഷ്യയും ചൈനയും ഇറാനും എല്ലാം നയിക്കുന്ന ഈ ഒരു സഖ്യത്തിലേക്ക് GCC വരുന്നതായിട്ടാണ്. പിന്നെ മറ്റൊരു സാധ്യതയുള്ളത് ഈ അൾജീരിയ, തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു ബെൽറ്റാണ്. അവർ GCCയുമായി ചേർന്നുകൊണ്ട് ഒരു പവറപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവർ വെസ്റ്റുമായിട്ട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നേരിട്ടൊരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോക്സികളെ വളർത്തുന്നതിലേക്കോ ആയിരിക്കില്ല. പകരം ഇവർ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇവരുടെ ഡിപ്ലോമാറ്റിക്സ് എഫോർട്ട് കുറച്ചുകൂടെ വൈഡറാക്കാനായിരിക്കും ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവരുടെ സ്വന്തമായിട്ട് ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കാനും അതുവഴി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ഒരു സൂചന നൽകാനും ഒക്കെ ആയിരിക്കും ഇവർ ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയും ചില വാർത്തകൾ വരുന്നുണ്ട്. കാര്യം ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ മാത്രമല്ല, ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചാക്രമിക്കാനും കഴിയും, ഞങ്ങൾക്ക് മറ്റ് സഖ്യങ്ങളുമുണ്ട്, ഏത് നിമിഷവും ഞങ്ങൾ റഷ്യയിലേക്ക് പോകാം, ചൈനയിലേക്ക് പോകാം, അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തേക്ക് ഏത് രാജ്യത്തേക്കും പോകാമെന്നുള്ള ഒരു സൂചന നൽകാനും കഴിയുന്നുണ്ട്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറെക്കുറെ ഒരു ഫലപ്രാപ്തി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിറിയയിലെ ഭരണം പോയ സമയത്ത്, അതായത് ബഷർ അൽ അസദിൻ്റെ ഭരണം മാറിയ സമയത്ത് ഒരുപാട് സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് ഇസ്രായേലിന് പദ്ധതി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഏതാണ്ട് 3 ദിവസം കൊണ്ട് സിറിയയുടെ സകലമാന സൈനിക സന്നാഹങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത്. അവരുടെ നാവികതാവളങ്ങളും വ്യോമതാവളങ്ങളും അതുകൂടാതെ റിസർച്ച് സെൻ്ററുകളും അടക്കം സകല സംവിധാനങ്ങളും ഇവർ നശിപ്പിച്ചു കളഞ്ഞത്. ഇങ്ങനെ ഇവർ മുന്നേറുന്ന സമയത്താണ് തുർക്കി അതിനിടയിലേക്ക് വരുന്നത്. തുർക്കിയുടെ ഒരു നിർണായകമായ ഇടപെടലിലൂടെ ഇസ്രായേൽ ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. കാര്യം നിലവിലെ നാറ്റോ അംഗമായിട്ടുള്ള തുർക്കിക്ക് മേലെ നേരിട്ട് ഒരു ആക്രമണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി. കാര്യം ഇവരുടെ വിമാനങ്ങളെ തടയുകയും സൈനിക സന്നാഹങ്ങളിൽ നേരിട്ട് ഒരു മറ്റേ ദമസ്കസിനപ്പുറം തടയുകയും മറ്റും തുർക്കിയുടെ സൈനികരെ നേരിട്ട് സിറിയയിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ പിൻവലിയുകയായിരുന്നു നാറ്റോയുമായിട്ടുള്ള ഒരു അലയൻസിൽ ഒരു കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തുർക്കി, അൾജീരിയ, ഈജിപ്റ്റ്, മൊറോക്കോ ഈ ഒരു സഖ്യത്തിൻ്റെ, പാകിസ്ഥാൻ ഈ ഒരു സഖ്യത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആൻഡ് പവർ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേലെ ഒരു ശക്തിയായിട്ട് നിൽക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇവർ തൽക്കാലം GCCയുടെ മണി ഇവരെല്ലാവരും കൂടെ പങ്കുവയ്ക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇതും വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. എന്തായാലും 14-ാം തീയതിയിലെ GCC സമ്മിറ്റ് കഴിഞ്ഞാലേ കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമസ്കാരം.